ഒരു നാർസിസ്റ്റിന്റെ കൂടെ ജോലി ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇവിടെ ഒരു നോ കോണ്ടാക്ട് ഇമ്പോസിബിൾ ആണ് എന്നുള്ളതാണ്. കാരണം ഓരോ ജോലിയും നമ്മൾ അത്രയും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും നേടിയെടുക്കുന്ന ഒന്നാണ്. ഇത് കളഞ്ഞിട്ട് പോവാൻ, ഈ ഒരു വ്യക്തിയുടെ പേരിൽ കളഞ്ഞിട്ട് പോവാൻ ആരും അത്ര ഈസി ആയിട്ട് തയ്യാറാകാറില്ല. സോ ഈ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബോസ് അല്ലെങ്കിൽ ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു കൊളീഗിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനെ ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാം, ഈ ഒരു നോ കോണ്ടാക്ട് മാറ്റി ഒരു ലോ കോണ്ടാക്ട് ബേസിൽ സ്വന്തം സേഫ്റ്റിയും സ്റ്റാൻഡേർഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാം എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു പ്രാക്ടിക്കൽ വൈസ് നോളജ് ഷെയറിംഗ് പോലെ. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ടോപ്പിക്കിലേക്ക് പോവാം. ഒരു റിലേഷൻഷിപ്പ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ജോലി സ്ഥലത്തുള്ള നാർസിസ്റ്റിക് അബ്യൂസിന്റെ ഒരു പ്രത്യേകത, അവിടെ വീട്ടിലൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യുന്ന പോലെ നമുക്കിവിടെ റിയാക്ട് ചെയ്യാനോ റെസ്പോണ്ട് ചെയ്യാനോ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മളുടെ പ്രൊഫഷണലി ഉള്ള ആ ഒരു ചിന്തകളായിരിക്കാം, അല്ലെങ്കിൽ അവിടെയുള്ള ഓരോ സിസ്റ്റം സംവിധാനങ്ങൾ, ഈ നാർസിസ്റ്റിന്റെ പൊസിഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾക്ക് റെസ്പോൺസ് കൊടുക്കുന്നത്. ഇതാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ലോങ് ടേമിൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ജോലി കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴുള്ള സ്ട്രെസ് പോലെ തന്നെ ആ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴും ആ ഒരു സ്ട്രെസ് നമ്മളുടെ തലയിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കും. ആ ഒരു ചിന്തകൾ, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഈ അനുഭവിക്കേണ്ട വരുന്ന ഓരോ കാര്യങ്ങൾ, ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവാൻ പോകുന്ന ചിന്തകൾ. ഇതാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട്. ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ, നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് നല്ല ഒരു അച്ചീവ്മെന്റ്, സ്വന്തം നേട്ടം ഉണ്ടാക്കിയെടുത്തു എന്ന് വിചാരിക്കാം. ഈ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ലീഡർ അല്ലെങ്കിൽ ബോസ്, ഇയാൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ആ അച്ചീവ്മെന്റ് അയാൾ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് വരുത്തി തീർക്കും. ചിലപ്പോൾ ഒരു മീറ്റിംഗിലായിരിക്കാം, അതിൻ്റെ ഒരു ഭാഗമായിട്ട് പോലും ചിലപ്പോൾ നിങ്ങളെ അയാൾ അംഗീകരിക്കില്ല. നിങ്ങൾ ജസ്റ്റ് ഒരു സ്റ്റാഫാണ് എന്നുള്ള രീതിയിൽ വളരെ സിമ്പിളായിട്ട് അങ്ങ് പറഞ്ഞു തീർക്കും. ഇങ്ങനെ നിങ്ങൾക്കൊന്ന് ഉറക്കെ റിയാക്ട് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കും നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുന്നത്. ഈ ഒരു രീതിയിലൊക്കെയാണ് ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു ലീഡർ ബോസിന്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്യുന്നത്. സോ ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിങ്ങൾ അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നിൽക്കുന്നത്. നിങ്ങളെയും നിങ്ങളുടെ പൊസിഷനും നിങ്ങളുടെ ജോലിയും സംരക്ഷിക്കുക. നിങ്ങൾക്ക് ചുറ്റും ഒരു ഹെൽത്തി ബൗണ്ടറി ബിൽഡ് ചെയ്യുക. ഒരു പ്രോപ്പർ റിയാക്ടിങ് ടാക്ടിക്സ് ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾക്കൊരിക്കലും അവരെ മാറ്റിയെടുക്കാനോ അവരെ തോൽപ്പിക്കാനോ അങ്ങനെയുള്ള ശ്രമങ്ങളൊന്നും ഒരിക്കലും വർക്കൗട്ട് ആകില്ല. അതിന് നിൽക്കരുത്. കാരണം അവർ ഏതൊരു അറ്റം വരെ പോയിട്ടാണെങ്കിലും ജയിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. അത്രയൊന്നും താഴ്ന്ന രീതിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നുണ്ടാവില്ല. ഒരു നാർസിസ്റ്റിനെ ഒരിക്കലും വില കുറച്ച് കാണരുത്. അപ്പോൾ പിന്നെ ഇത് എങ്ങനെ മാനേജ് ചെയ്യാം, ഇത് ഓവർകം ചെയ്യാനുള്ള കുറച്ച് സ്ട്രാറ്റജീസ് നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് വൺ, നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചോ നിങ്ങളുടെ വീക്ക്നെസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള ജോലി സംബന്ധമല്ലാത്ത ഒരു കാര്യങ്ങളും ഇവരുമായിട്ട് ഷെയർ ചെയ്യരുത്. ഏതൊരു ജോലിയിൽ നിങ്ങൾ കയറിയ ഉടനെ തന്നെ ഒരാൾ നിങ്ങളെ പെട്ടെന്ന് അപ്രോച്ച് ചെയ്ത് കമ്പനി ആവാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടെങ്കിൽ അയാളോട് എന്ത് ഷെയർ ചെയ്യണം, അയാളോട് എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള ഒരു റൂൾ നിങ്ങൾക്ക് വേണം. ഈ ഒരു പ്രൊഫഷണലിസം അല്ലാതെ, ആ ഒരു പ്രൊഫഷണൽ ബേസ് ചെയ്തിട്ടുള്ളതല്ലാത്ത ഒരു ടോപ്പിക്കിലും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കരുത്. അതറിയാനുള്ള ഒരു സാധ്യതകളും അവർക്ക് കൊടുക്കരുത്. കാരണം
നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഇന്നത്തെ ഓരോ വാക്കുകളും നാളത്തെ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ പോകുന്ന ഓരോ പ്രശ്നങ്ങളായിരിക്കും. നിങ്ങളുടെ വീക്ക്നെസ്സുകൾ കണ്ടുപിടിച്ചുകൊണ്ടാണ് അവർ നിങ്ങൾക്ക് എതിരെ നിൽക്കുക. എപ്പോഴും ഇത് ഓർത്തു വെച്ചുകൊണ്ട് വേണം തുടങ്ങാൻ. സോ ഫസ്റ്റ് വൺ സംസാരമാണ്. സൂക്ഷിച്ച് സംസാരിക്കുക. രണ്ടാമത്തെ കാര്യം കീപ് എവിഡൻസ്. അവരയക്കുന്ന മെസ്സേജ്, അവര് പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് അയക്കുന്ന ഓരോ ഇമെയിൽസ് മുതൽ എല്ലാ കാര്യവും കീപ് ഇറ്റ് ആസ് എ എവിഡൻസ്. കാരണം ഒരു നാർസിസ്റ്റ് ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയും. ഇത് ഉറപ്പായിട്ടും സംഭവിക്കുന്ന ഒന്നാണ്. എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കും നിങ്ങൾ തന്നെ. സോ കീപ് എവിഡൻസ്, ഓൾവേസ് കീപ് എവിഡൻസ്. ഇതാണ് രണ്ടാമത്തെ സ്ട്രാറ്റജി. മൂന്നാമത് വരുന്ന കാര്യം നോ ഓവർ എക്സ്പ്ലനേഷൻ. നിങ്ങൾ എന്തൊരു കാര്യവും, എന്തൊരു ആർഗ്യുമെന്റും, എന്തൊരു സംസാരവും, എന്തൊരു ചോദ്യത്തിനും ജസ്റ്റ് മിനിമം ആൻസർ. അയാൾക്ക് എന്ത് വേണമോ അത് കൊടുക്കുക. ഓവർ എക്സ്പ്ലനേഷന്റെയോ അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റിന്റെയോ ആവശ്യം അവിടെ ഇല്ല. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കുള്ള ആ ഒരു പവർ അവിടെ നഷ്ടപ്പെടും. അവരെന്ത് ചോദിച്ചോ, എന്തൊരു സാഹചര്യമാണോ, ജസ്റ്റ് അത് മാത്രം. നിങ്ങളുടെ പേര് ചോദിച്ചാൽ നിങ്ങളുടെ പേര് മാത്രം, പേരും അഡ്രസ്സും നാടും പിൻകോഡും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. ഒരു നാർസിസ്റ്റിന് എത്ര കുറച്ച് നോളജ് നിങ്ങളെ കുറിച്ചുണ്ടോ അത്രത്തോളം നിങ്ങൾ സേഫ് ആയിരിക്കും. നാലാമത് വരുന്ന സ്ട്രാറ്റജി കുറച്ച് നല്ല സ്ട്രാറ്റജിയാണ്. സ്ട്രോങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്ട്രാറ്റജി കൂടെയാണ്. ഇതിനെ ഗ്രേക്ക് റോക്കിംഗ് എന്നാണ് പറയാ. ഒരു കല്ല് പോലെ, ഒരു കരിങ്കല്ല് നിൽക്കുന്ന പോലെ ചുമ്മാ അങ്ങ് നിൽക്കുക. അവർ എന്ത് ചെയ്താലും നോ ഇമോഷണൽ റിയാക്ഷൻ. ഇവർ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് എല്ലായ്പ്പോഴും നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഓരോ റിയാക്ഷൻസും ഇമോഷണൽ റെസ്പോൺസും കൊണ്ടാണ്. സോ അതങ്ങ് നിർത്തിവെക്കുക. അവരിനി എങ്ങനെ ബിഹേവ് ചെയ്താലും എന്തൊക്കെ ചെയ്താലും എനിക്കൊരു ചുക്കുമില്ല എന്നുള്ള രീതിയിൽ ഇവിടെ നിങ്ങൾ നല്ല രീതിയിലൊരു പവർ ആസ്വദിക്കും. ഈ ഒരു ചേഞ്ച് അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പോലും സാധിക്കില്ല. ഇങ്ങനെ ഒരാളുടെ ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള ഇങ്ങനെ ഒരു ആളുടെ മുന്നിൽ ഒരു നാർസിസ്റ്റും ഇന്നേ വരെ സർവൈവ് ചെയ്തിട്ടില്ല. ഇത് ഓർത്തു വെക്കുക. ചുമ്മാ ഒരു റിയാക്ഷനും ഇല്ലാതെ അങ്ങ് നിൽക്കുക. ഇതിൽ അഞ്ചാമതായിട്ട് വരുന്നത് സെറ്റ് സൈലന്റ് ബൗണ്ടറീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അയാളിൽ നിന്നൊരു ഹെൽത്തി ബൗണ്ടറി മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിങ്ങനെ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഞാൻ ബൗണ്ടറി വെച്ചു, ഇനി എന്നെ വിളിക്കരുത്, എനിക്ക് മെസ്സേജ് അയക്കരുത്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ മനസ്സിൽ തീരുമാനിക്കുക. വർക്ക് കഴിഞ്ഞാൽ ഇയാൾ ഒരു ടോക്സിക് പേഴ്സൺ ആണ്. സോ അയാളുടെ കോളോ മെസ്സേജോ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പറയാം, ഞാൻ ബിസി ആയിരുന്നു, ഞാൻ നോക്കിയില്ല, അല്ലെങ്കിൽ ഞാൻ നെറ്റ് യൂസ് ചെയ്യാറില്ല, വീട്ടിൽ പോയാൽ ഞാൻ ഫോൺ യൂസ് ചെയ്യാറില്ല. വാല്യുബിൾ ആയിട്ടുള്ള ഒരു ജസ്റ്റ് റെസ്പോൺസ് മാത്രം, ഒരു സൈലന്റ് ബൗണ്ടറീസ്. ഇതിൽ നിന്നും അവർ സ്വയം മനസ്സിലാക്കും, അവർ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല, നിങ്ങളുടെ മേലുള്ള കൺട്രോൾ ഒരിക്കലും അവർക്ക് കിട്ടില്ല എന്ന് അവർ മനസ്സിലാക്കും. ലാസ്റ്റായിട്ട് ആറാമതായിട്ടുള്ള ഒരു പോയിന്റ് സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി. ഒരു നാർസിസ്റ്റ് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യുക, അല്ലെങ്കിൽ പബ്ലിക്കലി ഹ്യൂമിലിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ. ഇത് അവരുടെ സ്വഭാവം, അവർ റെസ്പോണ്ട് ചെയ്യുന്നതാണ് എന്ന് നിങ്ങൾ സ്വയം ഉൾക്കൊണ്ട് ജീവിക്കുക. ഒരിക്കലും അത് ഇമോഷണലി ഉള്ളിലേക്ക് നിറച്ചു വെച്ചുകൊണ്ട് സഡൻ പൊട്ടിത്തെറിച്ച് റിയാക്ട് ചെയ്യരുത്. അവരും ആഗ്രഹിക്കുന്നത് ഇത് തന്നെ ആയിരിക്കും. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുക. സോ അവരുടെ ജോലി ഈസി ആവും. നിങ്ങളെ മോശക്കാരാക്കാൻ അവർക്ക് വളരെ സിമ്പിളായിട്ട് സാധിക്കും. അതിനുള്ള ഒരു സാധ്യത നിങ്ങൾ കൊടുക്കരുത്. ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി. അവരെ തന്നെയാണ് കാണിക്കുന്നത്. അവരുടെ സ്വഭാവം അത് അവരുടെ സ്വഭാവമാണ്. എൻ്റെ സ്വഭാവം അങ്ങനെയല്ല, ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്യില്ല എന്ന ഒറ്റ തീരുമാനം
ഇതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ സ്ട്രാറ്റജീസ് അല്ലാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നെവർ ആർഗ്യൂ വിത്ത് ദം. ഇനി ആർഗ്യുമെന്റിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ഇത്രമാത്രം ചിന്തിച്ചാൽ മതി. കഴുത്തിലൊരു കയറിട്ടുകൊണ്ട് അതിൻ്റെ ഒരറ്റം ഈ നാർസിസ്റ്റിന് കൊടുക്കുന്ന പോലെയാണ് നിങ്ങൾ അവരുമായിട്ട് ആർഗ്യൂ ചെയ്യുന്നത്. ഇത് ഓർത്തു വെച്ച് മാത്രം ഇവർക്ക് ആർഗ്യുമെന്റിലേക്ക് ഇവരുമായിട്ട് മുന്നോട്ട് പോവാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നെവർ എക്സ്പോസ് ദം. കാരണം എക്സ്പോസ് ചെയ്യപ്പെടുന്നത് അത്രയും ഭയപ്പെടുന്ന വേറൊരു പ്രശ്നം ഈ നാർസിസ്റ്റിന് ഉണ്ടാവില്ല. കാരണം ഇവരുടെ മുഖംമുടി മൊത്തം ഊരി വെക്കേണ്ടി വരും. സോ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ നിങ്ങൾ തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ സേഫ്റ്റി പൂർണ്ണമായിട്ടും ഉറപ്പാക്കിയതിനു ശേഷം മാത്രം ചെയ്യുക. പൂർണ്ണ എവിഡൻസോട് കൂടെ ഇവരെ എക്സ്പോസ് ചെയ്താൽ പോലും എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ ഒരു കുറ്റക്കാരനാക്കി സ്വയം വിക്ടിമാവാനുള്ള ഒരു കപ്പാസിറ്റി ഈ നാർസിസ്റ്റിന് ഉണ്ട്. അത് മറന്നു പോകരുത്. അത് നിങ്ങളെ വീണ്ടും കുയിൽ ചാടിക്കും. ശ്രദ്ധിച്ച് മാത്രം എക്സ്പോസ് ചെയ്യുക. പിന്നെ നെവർ എക്സ്പെക്ട് ദം ടു അണ്ടർസ്റ്റാൻഡ് യു. അവർ ഒരിക്കലും നിങ്ങളെ മനസ്സിലാക്കില്ല. അങ്ങനെ ഒരു ദിവസം അവർ എന്നെ മനസ്സിലാക്കും, ഞാൻ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാം, അവരുടെ ജോലി കൂടെ ഞാൻ അങ്ങ് ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കാം, അവരെന്നെ മനസ്സിലാക്കി ഒരു ദിവസം അംഗീകരിക്കും. ഇതിനൊന്നും നിൽക്കണ്ട. വെറുതെ ഉള്ള സമയവും ഉള്ള എനർജിയും വേസ്റ്റ് ആവത്തേ ഉള്ളൂ. ഒരിക്കലും അത് പോസിബിൾ അല്ല. ആ ഒരു ചാൻസും കൂടെ അവർ മുതലെടുത്തുകൊണ്ട് നിങ്ങളെ അങ്ങ് യൂസ് ചെയ്യും. സോ അതും അവോയ്ഡ് ചെയ്യാം. ഇനി ഒരു ലോങ് ടേം സ്ട്രാറ്റജി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, പ്രോപ്പറായിട്ട് നിങ്ങളുടെ സ്കിൽസ്, ആ ഒരു ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ നോളജും സ്കിൽസും ഗെയിൻ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഗെയിൻ ചെയ്ത് അവരെ ഓവർകം ചെയ്യാം. ഇല്ലെങ്കിൽ ആ ഒരു സ്കിൽസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേറൊരു ജോലി നേടിയെടുക്കാനുള്ള എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക. സോ ആ ഒരു ജോലി ഒരു ഓപ്ഷനായിട്ട് വരും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് നല്ല ഒരു കോൺഫിഡൻസ് വരും. കാരണം ഇത് ഒരു ഓപ്ഷനായി. ഇയാളുടെ മുഖത്ത് നോക്കി മറുപടി പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി തരും. ഇതല്ലെങ്കിൽ മറ്റൊരു ജോലിക്ക് മാറാനുള്ള ഒരു ഗഡ്സും കമ്മ്യൂണിക്കേഷനും സ്കിൽസും എല്ലാം ബിൽഡ് ചെയ്തെടുക്കുക. കൂടെ നിങ്ങൾക്കൊരു നാർസിസ്റ്റിനെ ഹാൻഡിൽ ചെയ്യാനുള്ള സ്കിൽസും കൂടെ കിട്ടും. അതൊരിക്കലും ചെറിയ ഒരു കാര്യമായിട്ട് കാണരുത്. ഇന്നത്തെ സൊസൈറ്റിയിൽ ഈ നാർസിസ്റ്റുകൾ എല്ലായിടത്തുമുണ്ട്. എല്ലായിടത്തും എന്ന് വെച്ചാൽ പൊളിറ്റിക്സ് മുതൽ നമ്മളുടെ ഫാമിലി മുതൽ സറൗണ്ടിങ്സിൽ എവിടെയും ഒരു നാർസിസ്റ്റിക് ട്രൈറ്റ്സ് ഉള്ള ആളുകളെ കാണാൻ സാധിക്കും. സോ ഇതൊരു വേസ്റ്റ് ഓഫ് ടൈം ആയിട്ട് കാണരുത്. ഇത് നിങ്ങളുടെ ലൈഫിലോ നിങ്ങൾക്ക് ഉപയോഗപ്പെടും. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം, നിങ്ങൾ ഒരിക്കലും അവരുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. നിങ്ങൾ അവരുടെ ആ ഒരു ഗെയിം കളിക്കാതിരുന്നാൽ മാത്രം മതി. അതാണ് നിങ്ങൾക്ക് സർവൈവ് ചെയ്യാനുള്ള ഏറ്റവും വലിയ വഴി. സോ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലീഡർ, ഒരു ബോസ് അല്ലെങ്കിൽ ഒരു കൊളീഗിനെ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്ത് സർവൈവ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിലും വ്യക്തമായിട്ട് നോ കോണ്ടാക്ട്, ലോ കോണ്ടാക്ട് രീതികളൊക്കെ ഞാൻ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്ക് ചാനലിൽ ലിങ്ക് മെൻഷൻ ചെയ്യാം. എന്തായാലും കയറി കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. സോ സ്റ്റേ അവെയർ, സ്റ്റേ ഗ്രൗണ്ടഡ്, ബി എംപതറ്റിക്. ദിസ് ഈസ് TQ Talks.